ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ഹനിക്കപ്പെട്ടാൽ ആ മൗലിക അവകാശത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള ഒരു പൗരന്റെ അവകാശമാണ് റിട്ട്. അതനുസരിച്ച് 5 തരം റിട്ടുകൾ കോടതിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇതിൽ ഏത് റിട്ടാണ് ഇവിടെ റെലവെന്റ് ആവുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൗലിക അവകാശം ഹനിക്കപ്പെട്ടോ, ഇത് ഒരു സംസ്ഥാനത്തിന്റെ ഫെഡറൽ അവകാശം അല്ലെങ്കിൽ ഒരു കോൺഫെഡറൽ ഒരു സംവിധാനമാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. അതുപോലെ ഫിസ്ക്കൽ ഫെഡറൽ സംവിധാനം, സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. സംസ്ഥാനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്വയം നിർണയ അവകാശമുള്ള ബോഡീസാണ്. യൂണിവേഴ്സിറ്റികളിൽ സ്വയം നിർണയപരമായ അവകാശമുള്ള സ്ഥിതിക്ക് അത് തീരുമാനിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് കഴിയണം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് രോഹിണി? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വയം നിർണയ അവകാശം ഉണ്ട് എന്ന് പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട പരിഗണനകൾ നൽകാതെ, എന്റെ സീനിയോറിറ്റി ആകട്ടെ അല്ലെങ്കിൽ മെറിറ്റിന്റെ അഗാധ തലങ്ങളാകട്ടെ ഒന്നും പരിഗണിക്കാതെ ചില പ്രത്യേക താല്പര്യങ്ങളാൽ നേതാക്കന്മാരുടെ ഭാര്യമാരോ നേതാക്കന്മാരുടെ മക്കളോ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ആളുകളെ പ്രത്യേക പരിഗണനയിൽ തിരികെ കയറ്റാൻ ഈ ഓട്ടോണമി, യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി ഉപയോഗിക്കുമ്പോൾ അതിന് തടയിടാൻ അരുത് കാട്ടാള എന്ന് പറയാൻ ഉള്ള ഭരണഘടനാ സംവിധാനമാണ് ചാൻസലർ. അപ്പൊ ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറാണ്. അത് കേന്ദ്രത്തിന്റെ കാര്യം, കേന്ദ്ര ഭരണഘടന അനുസൃതമായിട്ടാണോ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടപ്പാകുന്നത് എന്ന് പരിശോധിക്കാനായി കേന്ദ്രം സംസ്ഥാനത്ത് നിയമിച്ചിട്ടുള്ള ഉന്നത അധികാരിയാണല്ലോ സംസ്ഥാനത്തിന്റെ ഗവർണർ. ഈ ഗവർണർ തന്നെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ചാൻസലറായി വരുമ്പോൾ ഇവിടെ ന്യായം പാലിക്കുന്നുണ്ടോ, തത്വം പാലിക്കുന്നുണ്ടോ, തുല്യത പാലിക്കുന്നുണ്ടോ, ഭരണഘടനയുടെ അന്തസത്ത പാലിക്കുന്നുണ്ടോ എന്ന് ഇവിടെ സ്വയംഭരണ യൂണിവേഴ്സിറ്റികൾക്ക് ശ്രമിക്കാൻ, അത് പരിഗണിക്കാനാവാതെ വന്നാൽ കേന്ദ്രത്തിന്റെ ഏജന്റായ ഗവർണർക്ക് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനാവും. ഭരണഘടനയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഗവർണർക്ക് അത് ചെയ്യാനാവും. ആ ഒരു കാര്യമാണ് ഈ കേസിൽ അന്തർലീനമായിരിക്കുന്നത്. തടയപ്പെട്ട കേസുകളിൽ പലതും ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം എന്ന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ല. തന്നെ തന്നെ മാറ്റണം എന്ന് പറഞ്ഞ് നിയമസഭ പാസാക്കുന്ന ബില്ല് താൻ തന്നെ ഒപ്പിടുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് അദ്ദേഹം അത് തടഞ്ഞു വെച്ചത്. അദ്ദേഹം അതിൽ തീരുമാനമെടുക്കാതിരുന്നത്. ഇപ്പൊ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം നിയമപരമായി വാലിഡാണ്, 100% വാലിഡാണ്. പ്രസിഡന്റിന് അത് ട്രാൻസ്ഫർ ചെയ്യാം. അത് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റ് തീരുമാനമെടുക്കട്ടെ. പ്രസിഡന്റിന്റെ തീരുമാനം എന്താ? അതിൽ ഒരു തീരുമാനമില്ല എന്നത് ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇല്ല എന്നതും ഒരു തീരുമാനമാണ്, നിഷേധിക്കുക എന്നതും ഒരു തീരുമാനമാണ്. അത് ഭരണഘടനയുടെ പ്രിൻസിപ്പിൾ അനുവദിച്ചു തന്നെയാണ്, അതനുസരിച്ച് തന്നെയാണ്. ഇവിടെ നിയമലംഘനം ഞാൻ കാണുന്നില്ല. ഇവിടെ ഒരു ഔചിത്യം. ഇനി ചോദിക്കുന്നത് അടുത്ത ചോദ്യം നിയമമല്ല, ഇത് ഔചിത്യത്തിന്റെ വിഷയമാണ്. സംസ്ഥാന തലത്തിൽ അത് ക്ഷീരസഹകരണ സംഘങ്ങളായിക്കൊള്ളട്ടെ, യൂണിവേഴ്സിറ്റികളായിക്കൊള്ളട്ടെ, ഇത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ഭരണഘടനയുടെ ആകമാന അന്തസത്ത പാലിക്കപ്പെടണം, അത് സത്യമാണ്. അത് പാലിക്കപ്പെടാൻ ഇവിടെ പറ്റുന്നില്ല എങ്കിൽ പലർക്കും ഇവിടെ കേരളത്തിൽ പലരും പരാതിക്കാരാണ്. ഈ പരാതി ആരോട് പറയും? ഓരോ കാര്യത്തിനും കോടതിയിൽ പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് ഇവിടെ നടപ്പാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇവിടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ അവിടെ ഗവർണർ ഇടപെടും. അങ്ങനെ ഗവർണർ എപ്പോഴെല്ലാം ഇടപെട്ടോ അപ്പോഴെല്ലാം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഗവർണർക്കെതിരെയുള്ള കയ്യാങ്കളിയായിട്ടും പോരാട്ടമായും ചില സംഘടനകൾ, ചില വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷിയും വിദ്യാർത്ഥി സംഘടനകളും ഒരു പോരാട്ടം, അത് തെരുവിൽ വരെ എത്തുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ശാശ്വതമായ അതിർവരമ്പുകൾ നിർണയിക്കപ്പെടുക. ലക്ഷ്മണ രേഖ ഉണ്ട് എങ്കിൽ അത് നിർണയിക്കണം. ആത്യന്തികമായി നമ്മുടെ കോടതി സംവിധാനമാണ് അത് നിർണയിക്കേണ്ടത്. ഇതാണ് എന്റെ സത്യം. ഇവിടെ ജയപ്രകുമാർ സാർ സൂചിപ്പിച്ചു, ഇതൊരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഭരണഘടനാപരമായി. അങ്ങനെയല്ല ഞങ്ങളൊന്ന് പഠിച്ചിട്ടുള്ളത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നത് പാർലമെന്ററി സിസ്റ്റത്തിൽ അത് തത്വത്തിൽ അംഗീകരിക്കപ്പെടുന്നുവെങ്കിലും പ്രവൃത്തിയിൽ ഫ്യൂഷൻ ഓഫ് പവേഴ്സ് ആണ്. ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ 3 ഘടകങ്ങളായ നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവ്, അവിടെയാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ വരുന്നത്, ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വരുന്നത്. 3 ജുഡീഷ്യറി, നീതിന്യായ സംവിധാനം, കോടതികൾ. ഈ 3ഉം പ്രത്യേക വാട്ടർടൈം പരസ്പരം ഇടപെടാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലെ സംവിധാനത്തിന്റെ പേരാണല്ലോ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇവിടെ അങ്ങനല്ല.
ഇവിടെ നിയമസഭ എന്ന പാർലമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ആകുന്ന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് വിധേയത്വമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പാർലമെന്ററി സിസ്റ്റം എന്ന് വിളിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ശക്തമായ ഒരു ഭരണകൂടം, ഒരു ഗവൺമെന്റ്, ഒരു പ്രധാനമന്ത്രി ഒക്കെ വന്നാൽ പാർലമെന്റിന്റെ ഹിതത്തെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ആ പ്രധാനമന്ത്രിയുടെ ഹിതമനുസരിച്ച് ഒരു പരിധിവരെ പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രസിഡന്റിനെ നമ്മൾ ഗ്ലിറ്ററിംഗ് ഗ്ലോറിഫൈഡ് റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഒപ്പിടുന്ന ചുമതല മാത്രമാണ് പ്രസിഡന്റിന്. തന്റെ ഔചിത്യബോധം ഉപയോഗിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അവകാശമില്ലാതെ പോകുന്നു. അതുകൊണ്ട് പ്രസിഡന്റിന് സമർപ്പിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നതിന് പരിഗണിക്കുന്ന സംഘടനാ സംവിധാനത്തെയും അല്ലെ പാർട്ടിയെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.